Experience. അയ്യോ അതുകൊണ്ടല്ലേ ചേച്ചി. അയ്യോ അല്ല ഞാനൊന്ന് പറയട്ടെ. അതെന്താന്നറിയോ, ക്ലീറ്റോന് അത്യാവശ്യമായിട്ട് കോയമ്പത്തൂര് പോകേണ്ടി വന്നു. അല്ലല്ല നമ്മൾ അടയ്ക്കേണ്ടതാണ്. നാളെയല്ലേ ചിട്ടി. നാളെ ഒരു 10 മണിക്ക് മുമ്പ് ഞാൻ പൈസ കൊണ്ട് തന്നേക്കാം. അങ്ങനെയല്ല, അത് അങ്ങനെ പറയല്ലേ. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ആ ഇല്ല ഇല്ല ഇല്ല. ആ ശരി. ഹലോ ക്ലീറ്റോ, നിങ്ങൾക്ക് അങ്ങ് കോയമ്പത്തൂർ പോയി കിടന്നാ മതിയല്ലോ. ഞാൻ പറഞ്ഞതല്ലേ പൈസ എടുത്തിട്ട് പോവല്ലേന്ന്. അവര് വിളിച്ച് വേണ്ട ബഹളം. ആരാന്നോ? ചിട്ടി പൈസ കൊടുക്കേണ്ടതല്ലേ. നാളെയാണ് ചിട്ടി എടുക്കണത്. അപ്പൊ ഇന്ന് കൊടുക്കണ്ടേ? ക്ലീറ്റോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഞാൻ വായിന്ന് വല്ലതും കേൾക്കും. നിങ്ങള് കൊച്ചു വലുതായെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നാ പോരാ. കുടുംബത്തിലെ കാര്യങ്ങളും കൂടി നോക്കണം. നിങ്ങളിപ്പോ എന്തിനാ കോയമ്പത്തൂരോട്ട് ഓടി പോയേക്കണേ? മര്യാദക്ക് പൈസ കൊണ്ട് തന്നോ? നോക്കാന്നാ. ഇതാ നിങ്ങക്ക് ഞാൻ 10 പൈസ തരൂല്ലാത്തത്. ഇപ്പൊ ഞാൻ തന്നെ കിടന്ന് ഇവിടെ കിടന്ന് ആദ്യം പിടിക്കണം. ക്ലീറ്റോ, മര്യാദക്ക് പൈസ ഇട് ക്ലീറ്റോ. ശരി, പൈസ ഇട്ടില്ലെങ്കിലുണ്ടല്ലോ. ഹലോ ഹലോ, അമ്മ വന്നാ അമ്മാമ്മ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലേ? അയ്യോ, അമ്മാമ്മ വന്നില്ല. എന്നെ ഓട്ടോ കയറ്റി ഇങ്ങോട്ട് വിട്ടു. എനിക്ക് തോന്നി. മക്കളെങ്കിൽ വന്നേ. കല്യാണം കഴിക്കാൻ വേണ്ടി പ്രായമൊക്കെ ആയി അല്ലേ നിനക്ക്? ആ ആയി 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 ആയി. അമ്മടുത്ത് ആര് പറഞ്ഞു? ആ, മോളെ കെട്ടിക്കാൻ വേണ്ടി വല്ലതും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ? ആ, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മക്കള് വാ, നമുക്കകത്ത് പോവാം. നേതാകത്ത് പിന്നെ നിന്റെ അടുത്ത് 2000 രൂപ ഉണ്ടാവോ? ക്ലീറ്റോ നാളെ ഇടും. ചേച്ചി ഇടി നാളെ ഇടും. സത്യമായിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഒരു കൊച്ചാ ഫീസ് തന്നത്. എന്റെ എന്ത് പറ്റിയോ? ചുറ്റി പൈസ ഉണ്ടായിരുന്നു. അന്ന് ക്ലീറ്റോ അതുകൊണ്ട് കോയമ്പത്തൂര്. ചേച്ചിക്ക് അറിയാൻ പാടില്ലായിരുന്ന? ഏട്ടനോട് ചോദിക്കട്ടെ. അതുകൊണ്ട് അവന് നാളെ മേടിച്ചതും കൊടുക്കാനുണ്ട്. സാരമില്ല, അപ്പൊ വേറെ ആരോട് ചോദിക്കാനാ? പക്ഷെ ആ പെണ്ണുമ്പിള്ള എന്നെ കൊറേ വഴക്ക് പറഞ്ഞു. ചേച്ചി എന്തിനാ ക്ലീറ്റോച്ചനെ കൊടുത്തിട്ട് അറിയത്തില്ലായിരുന്നാ? എന്ത് ചെയ്യും? ഞാൻ ഏട്ടനോട് ചോദിച്ചു. വേണ്ടടി, ചോക്കാന്നില്ല. എന്തോന്ന് രണ്ടുപേരും കൂടെ ഒന്ന് കുശുകുശുക്കുന്ന? അത് വേറെ ചേച്ചി ഒരു കാര്യം. ഒന്നുമില്ല. അതെ, നാളെ എനിക്ക് ചിട്ടി പൈസ കൊടുക്കണോന്ന്. ചിട്ടി പൈസ കൊടുക്കാനായിട്ടേ ഉണ്ടായിരുന്ന പൈസ ക്ലീറ്റോ എടുത്തോണ്ട് പോയി. അത് പണ്ടും അങ്ങനെ തന്നെയാണല്ലോ. ഒരിക്കലും അവന്റെ കയ്യിൽ കാണത്തില്ലല്ലോ. അമ്മയുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? ആ, എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ തരത്തില്ല. മോളെ കെട്ടിക്കാൻ പ്രായമായി. അപ്പൊ ഭാര്യയും ഭർത്താവിടെ കണ്ണിക്കണ്ടവരോട് തെണ്ടാൻ നടക്കുന്നു. നാണം ഉണ്ടോടി നിനക്ക്? ഇച്ചിരി പൈസ വെച്ചാൽ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണത്? എങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഇങ്ങനെ പറയാതെ പിന്നെ എങ്ങനെ പറയണം? അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട്. അവനുണ്ടല്ലോ, എല്ലാ കാര്യത്തിനും അവൻ്റെ കൂടെ അങ്ങ് പറഞ്ഞേക്കും. അവനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവന് കൊടുത്തിട്ടുണ്ട്. അയ്യോ, കൊടുത്തിട്ടുണ്ട്. ഒന്നും പറയണ്ട. ഒരു കാര്യം ചെയ്യടി, കൊച്ചിനെ കെട്ടിക്കാനുള്ള പൈസയും കൂടെ അവനെ ഉണ്ടാക്കി തരാൻ പറ. ഇച്ചിരി പൈസ തൽക്കാലത്തേക്ക് മറിക്കാനുള്ള ചോദിച്ചോളൂ. അതിന് അമ്മ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യം. തൽക്കാലം കഴിഞ്ഞാ പിന്നെ നീ എന്തോ ചെയ്യും? നോട്ട് അച്ചടിക്കുവോ?
വിളിച്ചിട്ട് കിട്ടണല്ലേ ചേച്ചി ചേട്ടന്? നന്നായി. എനിക്ക് വേണ്ടടി പൈസ. ഏ? അവനോട് ഇനി ചോദിക്കണ്ട. ഇനി എന്ത് ചെയ്യും? വേണ്ട, ഞാൻ അല്ല, കൊടുക്കണ്ടേ അവർക്ക്? എന്റെ റോസ്മേരി, നീ എനിക്കൂടെ പറയാനൊരു അവസരം എന്താ? കുലുകുലോ എന്ന് പറഞ്ഞോണ്ടിരുന്ന 2 ദിവസത്തെ വെയിറ്റ് ഞാൻ ഒരു 10,000 രൂപ ഇട്ട് തരാം. അതൊന്നും നീ അറിയണ്ട, ഞാൻ ഇട്ട് തരും. ആ, നീ അന്നേരം മറ്റേ ആ ടീച്ചറെ വിളിച്ചിട്ടെ എന്തോ പോസ്റ്റ് ഓഫീസ് FD RD അതിന്റെ കാര്യം ചോദിക്കും. പിന്നെ ഒരു കാര്യം, ഒരുമിച്ച് പൈസ വരുമ്പോൾ നിന്റെ കണ്ണുമഞ്ഞളിപ്പുണ്ടല്ലോ, ആ പരിപാടിക്ക് നിൽക്കരുത്. കണ്ട ഓൺലൈനിലും സാധനം മേടിച്ച് ബേക്കറിലും കയറി തിന്ന് തീർക്കരുത്. അഡ്മിഷൻ എടുത്ത് തന്നെ പൈസ അറിയാമല്ലോ. ഇനി ബാക്കി ഷൂ, ബാഗ്, അതിൻ്റെ ആൻസാരികളെല്ലാം മേടിക്കണം. ട്യൂഷൻകാർക്ക് കൊച്ചിന് പൈസ കൊടുക്കണം. ഇടും. ഇന്നലെ ഇട്ട് തന്നില്ലേ? അതേപോലെ 2 ദിവസത്തിനുള്ളിൽ പൈസ ഇട്ട് തരും. റൊണാൾഡോ എന്തോ എടാ, 8,000 പറഞ്ഞോ. നിന്റെ അടുത്ത് ഒരു 2,000 രൂപ മറിക്കാനുണ്ടാവോ? ഒരു 2,000 രൂപ നിനക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അയച്ചാ പോരെ, അപ്പോഴത്തേക്ക് ഞാൻ തരാം. 2,000 രൂപ? കർത്താവേ, നീ എത്ര വലിയ. മേടിച്ച കള്ളിയായിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അയക്കുമ്പോഴത്തേന് തന്നാൽ മതി. മിക്കവാറും ഇന്ന് നാളായിട്ട് കുറച്ച് ദിവസം പൈസ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ 2 ദിവസം പേപ്പറാൾ പിടിക്കേണ്ട കാര്യമില്ല. ഞാൻ ശരിക്കും ഒപ്പിച്ചു വെച്ചത് ചിട്ടി പൈസ കൊടുക്കാനാ. അപ്പോഴത്തേനും ക്ലീറ്റോന് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് അത് കൊണ്ടുപോയി കോയമ്പത്തൂർ പോയപ്പോ. അതും പെട്ടെന്ന് ആവശ്യമായിട്ട് പോയല്ലേ, പൈസ വേണമല്ലോ. ഒന്നിപ്പോ പോണേ പൈസ വേണമല്ലോ. സമാധാനമായി. ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു. പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കാം, അവരെ വിളിച്ചിട്ട് കൊടുക്കാം. എവിടെ നിന്ന് നിനക്ക് പൈസ എവിടെ നിന്ന് കിട്ടി? ചെറിയ ചില പരിപാടികളൊക്കെ വർഷമായിട്ട് മാത്രം എന്താ പോരല്ലേ. എന്നാടാ ഒക്കെയാണ് പറയാം. 2 ദിവസം കൂടെ കഴിയട്ടെ. KSFE പുതിയ ഹാർമണി ചിട്ടി ചേരണം ഇപ്പൊ തന്നെ. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഈ നാടിന്റെ ധൈര്യം. ചേച്ചി, ആടി ഏട്ടൻ പൈസ ഇട്ട് തരാന്ന് പറഞ്ഞു. അയ്യോ വേണ്ടാന്ന് പറ. ദൈവം തന്ന്. അല്ലെങ്കിൽ ഇനി കനകനോട് പൈസ മേടിക്കണ്ട. അമ്മ പറഞ്ഞു കിട്ടില്ലേ? എന്ത്? സാധാരണ അമ്മ എപ്പോഴും ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇന്ന് എന്ത് പറ്റിയാവോ? തിരിഞ്ഞ പെണ്ണിന്റെ കല്യാണക്കാര്യം പറഞ്ഞതിന്റെ പേരില. എനിക്ക് തോന്നണം ഇവരെ വാശി കയറ്റാൻ വേണ്ടി പറഞ്ഞതാ. പിന്നെ വാശിയേറ്റൻ. കൊച്ചിനെ കല്യാണം കഴിപ്പിക്കാനായിട്ട് ഇനിയും സമയമില്ലേ? എല്ലാവരും ഇങ്ങനെ കല്യാണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇനി എത്ര വർഷം കിടക്കണം? ഇവർക്കൊക്കെ എന്താ ഇത്ര ടെൻഷൻ? എനിക്കറിഞ്ഞൂടാ. ക്ലീറ്റോനാണെങ്കിൽ ഉറക്കമില്ല. ഞാനത് ആലോചിക്കുന്നേ. സ്കൂളിൽ പഠിച്ചോണ്ടെന്ന് വെച്ചൊരു സാരി ഉടുത്തപ്പോഴത്തേന് കല്യാണ പെണ്ണായി ആലോചന, ബ്രോക്കർ. പിന്നെ കൊച്ചു സാരി ഉടുക്കണ്ടേ? എന്നാലും അവള് നമ്മുടെ പൊടിക്കുഞ്ഞല്ലേ. ഇന്നലെ വരെ കൊച്ചായിരുന്ന പെണ്ണാ, ഇപ്പൊ ദേ വലിയ പെണ്ണാവായി. ഇനിയിപ്പൊ കല്യാണം കഴിയുന്നവരെ ആരുടെയൊക്കെ ചീത്ത കേൾക്കേണ്ടി വരുമെന്ന് ഞാൻ ആലോചിക്കണേ. കല്യാണം കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവും. നിങ്ങളെന്താ ടെൻഷൻ അടിക്കാതിരിക്കും. ഹേ, മച്ചമ്പി ഒന്നും കാണാൻ നടക്കുവോ? ഇപ്പൊ തന്നെ എന്തോ ബിസിനസ് പറഞ്ഞ് നിന്നിപ്പോ ഇറങ്ങി പോയതല്ലേ. പുള്ളിയും പുള്ളിയുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതലുണ്ടാക്കും, അല്ലെ കണ്ടെത്തും. ഇപ്പൊ അമ്മ അങ്ങനെയൊക്കെ പറയുമെങ്കിലും പെൻഷൻ കാശൊക്കെ കൂട്ടി വെക്കുക. എവിടെന്ന്? പിന്നെ പണ്ടമ്മ പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പകുതി പൈസ എനിക്ക് തരും. ഇപ്പൊ അതുമില്ല. അത് തരാത്തത് അമ്മയുടെ മനസ്സിൽ ചില കണക്കൂട്ടലുണ്ട്. ഉണ്ട്. എവിടുന്ന് പൈസ കിട്ടി? എവിടുന്ന് പൈസ കിട്ടി? അത് ചെറിയൊരു പരിപാടി കണ്ടെത്തി. എന്ത് പരിപാടി? പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ. അത് ചെയ്യുന്നു. അവനെന്താ ചെറിയ ബിസിനസ് തുടങ്ങിയത്? വല്ല കള്ളക്കടത്ത് വേണോ? അതെ, കള്ളക്കടത്ത. ഞാൻ MDMA ബ്രൗൺസറൊക്കെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടേ ഈ കോളേജിന്റെ വാതിൽ വിളിച്ചപ്പോ പിള്ളേർ വരും. എന്താ ജനം നമ്മളെ മറ്റേ കണ്ണിക്കട കാണാവും. അന്ന് ഏട്ടനോട് വിളിച്ച് പറയട്ടെ വേണ്ടത്. ഹലോ ചേച്ചി, പൈസ കിട്ടി. ഞാൻ അങ്ങോട്ട് കൊണ്ടു തരട്ടെ? ഇപ്പൊ അവിടെ ഉണ്ടാവോ? എന്നാ ശരി. എന്നാ ഈ വഴി വരുമ്പോ മേടിച്ചാ മതി. ഇല്ലില്ല, വർഷോപ്പ് 2-3 ദിവസം കടവായിരിക്കും. ഞാൻ വേറൊരു പരിപാടി ഇങ്ങനെ സൈഡായിട്ട് ചെയ്യുന്നുണ്ട്. സൈഡല്ല, അതൊരു മെയിൻ പരിപാടി ആക്കാനുള്ളതാ. ഇപ്പൊ തൽക്കാലം മുരുകന്റെ വർക്ക്ഷോപ്പിലോട്ടൊക്കെ കൂടും. ഞാൻ ഇതിനകത്തൊരു ഇച്ചിരി പൈസയൊക്കെ ആയിട്ടെ നമ്മുടെ വർക്ക്ഷോപ്പ് കുറച്ചുകൂടെ വിപുലീകരിച്ച് 2 പണി അറിയാത്ത പയ്യന്മാരെ നിർത്താനുള്ള പരിപാടിയാണ്. ഇല്ല, സത്യമായിട്ട് വന്നാൽ ഞാൻ പണി കൊണ്ട് നിങ്ങളെ വിളിച്ച് ചെയ്തോണ്ടിരുന്ന ആളില്ലേ. എനിക്കിപ്പോ തീരെ സമയമില്ല, അതുകൊണ്ടാ. മുരുകന്റെ അടുത്ത് കൊടുത്താൽ മതി.
അഥവാ ഞാൻ ഇടയ്ക്ക് വർക്ക്ഷോപ്പ് തുറക്കുവാണെങ്കിൽ പറയാം. എന്തായാലും ഈ ഒരാഴ്ച പ്രതീക്ഷിക്കണം. ശരി ശരി. വർക്ക്ഷോപ്പ് ഒക്കെ അടച്ചിട്ടിട്ട് എന്നാടാ നിന്റെ ബിസിനസ്? ബിസിനസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നല്ല സാമ്പത്തിക ഗുണം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ അത് ഓരോ ദിവസവും അതിന്റെ വരുമാനം ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നൊരു വലിയൊരു ശൃംഖലയാക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അതിന്റെ പുറകെ പോകുന്നുണ്ട്. വർക്ക്ഷോപ്പിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. താമസിയാതെ വർക്ക്ഷോപ്പ് വലുതാക്കി ഒരു ഷോറൂമോ 2 സ്റ്റാഫുകളൊക്കെ വെക്കാം. അല്ല അപ്പൊ ഇന്ന് പോണില്ല, വർക്ക്ഷോപ്പിൽ പോണില്ല? വർക്ക്ഷോപ്പിൽ പോലെ ഞാൻ ഇതിന്റെ ആവശ്യമായിട്ട് പോവാം. ഞങ്ങളൊന്ന് പുറത്തു വിട്ട് വരാൻ ചേച്ചി. ഓട്ടോ ഇങ്ങോട്ട് വിളിക്കട്ടെ അമ്മേ? ഓ ഇനിയിപ്പോ വേണ്ട, നമുക്ക് റോഡിലോട്ട് കയറി ഒരു ഓട്ടോ വിളിച്ചങ്ങ് പോകാം. പോയിട്ട് വരാവേ. മയമ്മയും മരുമോളോട് എന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള പോക്കാണല്ലോ. എവിടെ പോകുന്നു? ആർക്കറിയാൻ എന്നോട് ചോദിച്ചാ? അതെന്തോ ആർക്കറിയാന്ന് പറയുന്നത്? എല്ലാരും പോണത്. ഈ വീട്ടിൽ എന്ത് കാര്യം എന്തായാലും തങ്ങ ചേട്ടത്തെ അറിയാതിരിക്കുന്നു. ഞാനിപ്പോ ഒന്നും അന്വേഷിക്കാറുമില്ല, എന്നോട് ആരും ഒന്നും പറയാറുമില്ല. എന്ത് പറ്റി അമ്മ? അയ്യോ പറഞ്ഞാണ് അവിടെ ആളുണ്ട്. അപ്പൊ ഓക്കെ, ചിലപ്പോ രാത്രി ലേറ്റ് ആവേ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. ഡാഡി ഒന്ന് വരും. പോയി അന്വേഷിക്ക്. ഡാഡി എന്ന് വരും എന്നോട് ചോദിച്ചാൽ ഞാനാണോ പറയണത് ഡാഡി എന്ന് വരുന്നത്? പിന്നെ അമ്മയല്ലേ ഭാര്യ? ഭാര്യ ഞാനായതുകൊണ്ട് നിന്റെ ഡാഡിയുടെ കാര്യം എന്നോട് മിണ്ടരുത്. നീ കണക്കാ, നിന്റെ ഡാഡിയും കണക്കാ. രാവിലെ എപ്പോഴാണ് നീ എഴുന്നേറ്റത്? നേരത്തെ എണീറ്റ്. എപ്പോ നേരത്തെ എഴുന്നേറ്റ്? 7 മണിയായപ്പോ എണീറ്റു. 7 മണി എഴുന്നേറ്റിട്ട് നീ ഇവിടെ എന്തെങ്കിലും ചെയ്തോ? ഒന്നുമില്ലായിരുന്നു. അമ്മയ്ക്കെന്താ? എന്നോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് മുത്ത, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭ്രാന്ത് കയറിയിരിക്കാം. നിന്റെ ഡാഡി ഒരാൾ കാരണം ഞാൻ ഇന്ന് ആരുടെയൊക്കെ മുമ്പിൽ ചീത്ത കിട്ട്? അതാ നീയും അറിയണ്ട ഒന്നും, നിന്റെ ഡാഡി അറിയണ്ട. ഒരുത്തൻ വളർന്നു വന്നിട്ട് അവനും ഒന്നും അറിയണ്ട. ദൈവമേ, അമ്മയ്ക്ക് രാവിലെ ഭ്രാന്തായി. ജാടി എന്ത് ജാടി? മുത്തേ, അവിടുന്ന് എത്തണ്ടേ? എടുക്കരുത്. ഹലോ, പിന്നെ അടച്ചായിരുന്നല്ലോ. നിങ്ങൾ പറഞ്ഞ അപ്പൊ തന്നെ ലക്ഷങ്ങൾ എനിക്ക് ഇട്ട് തന്നില്ലേ? പിന്നെ ബാക്കി തികയാത്ത ഞാൻ ഇവിടുത്തെ മിഷീനിൽ അടിച്ചങ്ങോട്ട് എടുത്തു. നിങ്ങൾക്ക് പൈസ തരുന്ന എന്നെ പറയണം, എന്നെ. ഇനി നിങ്ങൾ എൻ്റെ കയ്യിൽ പൈസ മേടിക്കോ? പോയി കിടക്കുന്ന കോയമ്പത്തൂര്. നിങ്ങളെക്കാളും വിചാരം ഉണ്ടല്ലോ അവന്, ആ റൊണാൾഡിന്. പാവം, അവനാ തന്നത്. പിന്നെ എന്റെ ആങ്ങളനോട് 24 മണിക്കൂറും കടം മേടിക്കലല്ലേ എന്റെ പണി. അമ്മ വരെ പറഞ്ഞു തുടങ്ങി. നിങ്ങളൊന്ന് വെച്ചിട്ട് പോയിക്കേ, കാര്യം അന്വേഷിക്കാൻ വന്നേക്കുന്നതേ. പിന്നെ എന്നും പറയണ പോലെ അല്ല. നാളെ എന്ന് പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ പൈസ എനിക്ക് ഇവിടെ കിട്ടിയിരിക്കണം, അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. വരണ്ട, ശരിക്കും വരണ്ട. ഒരാളൊരു വഴിക്ക് പോകുമ്പോ ഇങ്ങനെ പറഞ്ഞ് ടെൻഷൻ മിണ്ടല്ലേ മുത്തേ? വഴിക്ക് പോകുമ്പോ ഒരു സ്ഥലത്ത് പോയിരിക്കുമല്ലേ, വന്നിട്ട് പറഞ്ഞാ പോരെ? ആണോ? അത് നീ പൈസ ഉണ്ടാക്കിയിട്ട് നീ കൊടുക്കുമ്പോ പറഞ്ഞാ മതി. അത് ഞാൻ കൊടുക്കും. കുറച്ച് സമയം എന്താ? അമ്മ എന്തേ അടുക്കളയില്? അമ്മ, അമ്മൂമ്മ മാമി. മുഖം തോന്നി ഡാഡി വിളിച്ച് വഴക്കുണ്ടാക്കി ചുമ്മാ. അയ്യേ, പൈസ ഇങ്ങോട്ട്. കുറച്ച് നാളായാലും ഈ പെൻഷൻ തന്നിട്ട് എല്ലാം കൂടെ ഉണ്ട്. എന്നാ വച്ചോ. എനിക്ക് ചിട്ടി കൊടുക്കാനുള്ള പൈസ കിട്ടി. എടി, ചിട്ടി പൈസ അല്ല, പിന്നെ കൊച്ചിന് കുറേശ്ശെ സ്വർണ്ണങ്ങൾ വാങ്ങിച്ചു വയ്ക്കണം. എല്ലാം കൂടെ എടുത്ത് ചെലവാക്കി കളയരുത്. അച്ഛനമ്മമാർ അങ്ങനെയാ ചെയ്യുന്നത്. എന്നാ വെച്ചോ. ശരിക്ക് പിന്നെ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞത് എന്നെ വാശി പിടിപ്പിക്കാൻ തന്നെ. അങ്ങനെയെങ്കിലും നന്നാവട്ടെന്ന് കരുതി. ദൈവമേ, ഞാനൊരു സാരി ഉടുത്തതിനു ശേഷം മൊത്തം ശോകമാണല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ ഉടുക്കൂലായിരുന്നു. എന്റെ കല്യാണത്തിന് ഞാൻ ജോലി മേടിച്ച് സ്വന്തമായിട്ട് കെട്ടനെ കെട്ടിപ്പോയിക്കോളാം ആ പൈസ വെച്ച്. ഓക്കെ? അത് ശരി. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതെ, എന്താ വലിയ ഭാരിച്ച കാര്യമൊന്നും ചിന്തിക്കണ്ട. ഇല്ല, ഇതിനു വേണ്ടി ഇപ്പൊ പൈസ ഒന്നും കൂട്ടണ്ടായിരുന്നു. അയ്യോ, സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അത് നല്ലത് തന്നെ. ഇപ്പൊ കെട്ടുന്നേ ഉള്ളൂ. ഓ, അപ്പൊ
ഇത് സ്വർണം മേടിക്കാൻ വേണ്ടി മാറ്റി വെക്കുവാണ്. അവന് 1 ലക്ഷം രൂപയൊക്കെ ആവുമെന്നാ പറയുന്നത്. കിട്ടണത് മേടിക്കാമല്ലോ. എന്തെങ്കിലുമൊക്കെ കീട്ടാനെ കാണിക്കണില്ല. അയ്യോ കാണിച്ചേക്കല്ലേ. അങ്ങനെയാ വേണ്ടിയത്. മക്കൾ വലുതാകുമ്പോൾ അച്ഛനമ്മമാരിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കരുതി വെക്കണം. നിന്റെ കല്യാണത്തിന് ഞങ്ങൾ എല്ലാം കരുതി വെച്ചതാ. ഇനി ഇത് പറഞ്ഞോ ഡാഡിനോട്. അമ്മ എന്നെ പറയും. ആ പോട്ടെ മക്കളെ. കഴിച്ചേട്ടോ വല്ലതും? നല്ലായിരുന്നാ? ചുമ. ആഹാ. ഇല്ല ചേച്ചി മുത്തുവൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ ആരും ഇല്ലല്ലോ, അപ്പൊ ഇവിടെ കിടക്കാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. എടുക്കാൻ നോക്കണം. ഇല്ലില്ല അച്ചാച്ച വന്നില്ല. അമ്മയും ഉണ്ട്. ആ കൊടുക്കും. മക്കളെ എന്തോ ഇന്ന് ചുമ്മാ ഇരിക്കുന്നു. ആഹാരമൊക്കെ കഴിച്ചാ? സമയാസമയത്ത് ആഹാരം കഴിക്കണേ. കൊടകുണ്ടി എവിടെ നിന്ന് സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ ചത്തു പോവോ? നിന്റെ ആരോഗ്യം കഴിവരും, അത്രയേ ഉള്ളൂ. അല്ലാതെ നീ ചത്തൊന്നും പോവത്തില്ല. വേണ്ട, നല്ല ആഹാരം കഴിക്കണം കേട്ടാ. ശരി മക്കളെ. പിന്നെ അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ ചുമ. നിനക്ക് സുഖം തന്നെ? ആ, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ മക്കളെ. ശരി മക്കളെ, കാലത്ത് കുളിച്ചാലും വൈകിട്ട് കുളിച്ചാലും എപ്പോ കുളിച്ചാലും സന്ധ്യക്ക് കുളിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങാൻ കേട്ടാ. ഞാൻ ലില്ലിയുടെ കൊടുക്കട്ടെ. ശരി മക്കളെ. വരുന്നില്ല ഇനി പോലെ അമ്മ പറഞ്ഞു. ഹലോ, അമ്മയുടെ വർത്താനം കിടത്തൊന്നും ഏട്ട ഇനി ഇങ്ങോട്ട് വരുന്നില്ലെന്ന്. ശരി എന്നാ, കിടക്കാൻ നേരത്ത് വിളിക്കാം. 6 മാസമായാലും തോന്നിയിരിക്കണ്ടോ? രാവിലെ ഉച്ചക്കും രാത്രിയും പ്രാർത്ഥിക്കണോ? ഇവിടെ ഉള്ളപ്പോ ചെയ്യോ? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? മക്കളെ എപ്പോഴൊക്കെ കുളിച്ചാലും സാരമില്ല, സന്ധ്യ സമയത്ത് ദേഹം കഴുകിയിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാനെന്നല്ലേ പറഞ്ഞു. ഒരു പിള്ളേരെ നിങ്ങൾ ഉണ്ടാക്കി തിന്നണോന്ന് പറഞ്ഞ ഇവക്ക് എന്ത് കുശുമ്പ് കുശുമ്പ്. നിങ്ങൾക്ക് ഉറക്കമൊന്നും വരുന്നില്ലേ പിള്ളേര്? എനിക്ക് അയ്യോ വല്ലാതെ ഒരു ഇത്. പിന്നെ എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് പോയി കിടക്കാൻ പോവാ. നിങ്ങൾ വരുന്നെങ്കിൽ വരി. പോയി കിടന്ന ഞാനും ചിലമ്പോ കിടക്കാം. അമ്മ എന്തൊക്കെയാ പറഞ്ഞു? ദൈവമേ, അമ്മ ചില സമയത്തില്ലേ ഏട്ടനെ തക്കിടൂനേരും ചെറുതായിട്ടാ കാണുന്നത്. ചുമയുണ്ട് കേട്ടോ. എന്തേലും തരാൻ എന്താടി എന്നാലും അവന്റെ ഫോണ് പറഞ്ഞില്ലല്ലോ, അമ്മ എടുത്തു കൊടുക്കാനാ പറഞ്ഞത്. ചേച്ചിയോട് താല്പര്യം എങ്ങാനും പൈസ മേടിച്ചിട്ട്. ഞാൻ ആരോടും പൈസയും ചോദിക്കണൊന്നുമില്ല. വേണ്ടല്ലോ. എടി മുത്ത, ഇന്ന് നീ കാണിച്ചു തന്നില്ലേ മറ്റേ ഇൻസ്റ്റാഗ്രാമില് മറ്റേ ആ ഗീത ചേച്ചി ഒരു സാരി എടുത്തേക്കണേ അവരുടെ അതിനകത്തല്ലേ? ഇതിലില്ലല്ലോ പറഞ്ഞു. ഇതാ അവരുടെ നോക്കട്ടെ. ഇതെന്ത്? ഇതെന്താടാ മുഖം ടാർട്ട റോഡിൽ പിടിച്ചിട്ട് ഒരച്ച്. ഒരു പുതിയ ബിസിനസ് ഞാൻ നിന്നെ താടിയെന്ന് പറഞ്ഞല്ലോ, അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. ആരൊക്കെ? ബിസിനസ് എന്ന് പറയുന്നത് ഈ ഹോട്ടലുകളിലെ വേസ്റ്റ് കളക്ട് ചെയ്ത് ആളില്ലാത്ത ഏരിയ കൊണ്ട് കളയുന്നതായിരുന്നു. ഇപ്പൊ ചീമ്പൻ ഉണ്ണിയുടെ ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോ ഉണ്ട്. ആ ഓട്ടോക്കകത്ത് വീപ്പയ്ക്കകത്ത് പോയി കടകളിൽ പോയി വേസ്റ്റ് കളക്ട് ചെയ്ത് അവർ പൈസ തരും. ഇന്ന് കുറേ ഹോട്ടലിലെ വേസ്റ്റ് ഉണ്ട്. ഞങ്ങളെന്ത് ചോദിച്ചാൽ സാധാരണ ദൂരെ ഒരു പൊട്ടക്കിണറ്റിലാണ് കൊണ്ട് കളയുന്നത്. അപ്പൊ ഇത് എളുപ്പം എടുക്കാൻ വേണ്ടി വീപ്പ നിറഞ്ഞത് കൊണ്ട് കരമന ആരൻ്റെ ആളില്ലാത്തൊരു ഏരിയ കൊണ്ട് തട്ടിക്കൊണ്ടിരുന്നപ്പോൾ കുറേ മാര് ഈത്തം വിളിച്ചോണ്ട് വന്നു. അവിടെ കുറെ ആളുകൊണ്ട് ആരോ വേസ്റ്റ് കെട്ടുന്നുണ്ട്. അപകടം പണിത് ഞാൻ പറഞ്ഞു ചീമ്പാ വണ്ടി എടുത്തോടെന്ന് പറഞ്ഞ് ഓട്ടോയുടെ പുറയിലോട്ട് കയറിയതും തള്ളയുടെ ഒക്കത്തിരിക്കുന്ന കൊച്ചിനെ തന്ത എടുക്കുന്ന പുറേ നമ്മൊരു കോരി എന്നെ അങ്ങ് നിർത്തി. പിന്നെ അടിയെന്ന് പറഞ്ഞാൽ നല്ല കിണ്ണനടി. അടി വയറ്റിന് ഒറ്റ ചവിട്ട് 2 മൂത്രത്തിക്കല്ല് തെറിച്ച് അങ്ങോട്ടോ. അവസാനം ഞാൻ ഹാർട്ട് പേഷ്യന്റ് എന്നെ തല്ലിയ ഞാൻ ചത്ത് നിങ്ങളെ കേസിലാവുമെന്ന് പറഞ്ഞപ്പോഴാണ് അമ്മാർ എന്നെ വെറുതെ വിട്ടത്. സത്യം പറഞ്ഞ പുരുഷനായോണ്ടല്ലേ അമ്മാര് ബലാത്സംഗം ചെയ്തില്ല. ഹൈത്തുള്ള കസേരയായിരുന്നാലും ഞാൻ തിരിക്കും ഒന്നും തോന്നരുത്. 108 വിളിച്ചിട്ട് ഒരു ബോഡി എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞത്. ഒരു രീതിയിൽ 10 പൈസ ഉണ്ടാക്കാൻ സമയത്തിൽ അവിടെ അല്ല അടിയേ. എടാ, ഇപ്പൊ റോട്ടില് മുഖം അരച്ചെന്ന് പറഞ്ഞതോ? അതെപ്പോഴായിരുന്നു?